very good morning to everyone. Okay, once again welcome back to my another part of the story. Okay, നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. 10th സ്റ്റാൻഡേർഡിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മംഗൂസ് ആൻഡ് കോബ്രാന്റെ ഫൈറ്റ് സീൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് അല്ലെ. ഇനി നമുക്ക് തേർഡ് പാർട്ടിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? ലാസ്റ്റ് ആ ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് കോബ്രന്റെയും മംഗൂസിന്റെയും ഫൈറ്റ് സീന് കഴിഞ്ഞ ആ ബോയ് എവിടെ നിന്ന് ഇറങ്ങി അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ. ഗ്രാൻഡ് ഫാദറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്താ, വിന്നർ ആരാണ്? മംഗൂസ് ആയതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദർ വളരെയധികം ഹാപ്പിയാണ് അല്ലെ. കാരണം എന്താ, ആ ഒരു മംഗൂസിനെ വളർത്തുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ബോയിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട്, അതായത് നെക്സ്റ്റ് ഇൻസിഡന്റ് ആണ് ഈ ഒരു സ്റ്റോറിയില്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ബോയിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്. അതിലെ ഫസ്റ്റ് സീനായി എന്താ പറയുന്നത്? കോബ്രായൻ മംഗൂസിന്റെ ഫൈറ്റ് സീനാണ് നമുക്ക് നെറേറ്റ് ചെയ്യാൻ വരിക. അതാണ് ആ ഒരു ബാനിയൻട്രിയിൽ ഉണ്ടായ ഫസ്റ്റ് ഇൻസിഡന്റ്, ഫസ്റ്റ് സംഭവമായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ക്വരലിനെ പറ്റിയിട്ട്, ഒരു വൈറ്റ് സ്ക്വരലിന്റെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അത് ഇനി എന്താണ് സെക്കൻഡ് സീൻ എന്ന് നമുക്ക് ഈ ഒരു ലാസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് റെഡി? നമുക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇതാണ് വായിക്കുന്നത് ലാസ്റ്റ് സീന്, അതായത് ലാസ്റ്റ് ആണ് സ്റ്റോറിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ശ്രദ്ധിക്കാം. ഫ്രം ദ ബാനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. And once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. എന്താണ് പറയുന്നത്? ഞാൻ ആൽമരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ കീരി ഈ ഒരു പൂന്തോട്ടത്തിന്റെ 4 കോർണേഴ്സ്, അതായത് 4 മൂലകളും നിരീക്ഷിച്ച് നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട് എന്നാണ് ബോയ് പറയുന്നത് അല്ലെ. കീരി എപ്പോഴും ഈ പൂന്തോട്ടത്തിന്റെ 4 കോർണറും ചുറ്റിപ്പറ്റി എപ്പോഴും അത് നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആരാ പറഞ്ഞേ? ബോയ് പറഞ്ഞു അല്ലെ. നമുക്ക് മനസ്സിലായില്ലേ എന്താണ് കാണുന്നത്? കീരിയുടെ വായില് എഗ്ഗ്, അത് മുട്ട ഉണ്ടാവേണ്ടത്, അത് മുട്ടയും ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതിന്റെയാ? കാരണം പോൾട്രി എന്ന് പറഞ്ഞത്, പോൾട്രി പറഞ്ഞാൽ കോഴിക്കൂട്, അതുപോലെ തന്നെ എന്താണ് കുരുവിന്റെ, അത് കൂട്, പക്ഷിന്റെ ഒക്കെ കൂടെന്ന് പറയുമ്പോ അപ്പൊ അവരുടെ മുട്ടയായിരിക്കും ഈ കീരിയുടെ വായിലുണ്ടാവുക അല്ലെ. അപ്പൊ മുട്ടയും തിന്നുകൊണ്ട് നടക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് ബോയ് പറഞ്ഞു. അപ്പൊ ആ പക്ഷിന്റെ ഒക്കെ മുട്ടകളായിരിക്കും. പക്ഷെ വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്, ഈ പക്ഷികളെ ഒന്നും ദ്രോഹിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷികളെ ഒന്നും ദ്രോഹിക്കാറില്ല. പിന്നെന്താ പറയുന്നേ? മുത്തശ്ശീന്റെ അടുക്കളയിൽ നിന്നൊക്കെ കട്ട് തിന്നാറുണ്ട് ഈ കീരി. പക്ഷെ ആരും ഒന്നും ഈ കീരിയെ പറയില്ല. മുത്തശ്ശി ഒന്നും ഈ കീരിയെ ഒന്നും വഴക്ക് പറയില്ല. കാരണം എന്തുകൊണ്ടാ? ഈ ഒരു പാമ്പിനെ തുരത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ഒരു കൺസിഡറേഷനും ഈ ഒരു കീരിക്ക് മുത്തശ്ശി കൊടുക്കുമായിരുന്നു. പാമ്പിനെ തുരത്തുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഫൈറ്റ് സീനിൽ പാമ്പിന് അതെന്ത് ചെയ്തു? ഫൈറ്റ് സീനിൽ പാമ്പിനെ പരാജയപ്പെടുത്തി അല്ലെ. വിൻ ചെയ്തത് ആരാണ്? കീരി. അതുകൊണ്ട് തന്നെ കീരി എന്ത് ചെയ്താലും അവര് ആ ഒരു കൺസിഡറേഷൻ എപ്പോഴും കീരിക്ക്, മംഗൂസിന് കൊടുക്കാറുണ്ട്. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പേര് നോക്കാം. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണ്, സിമ്പിൾ അല്ലേ? കാരണം ഗാർഡനിലെ എല്ലാ കോർണേഴ്സും ഇത് നിരീക്ഷിച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ വായില് മുട്ടയൊക്കെ തിന്നതും എഗ്ഗ് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ട് അത് ഏതിന്റെയാണ്? പക്ഷികളതായിരിക്കും. പക്ഷെ പക്ഷികളെ ഒന്നും ദ്രോഹിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കീരി എന്ത് ചെയ്താലും, എന്ത് കട്ടിട്ട് തിന്നാലൊക്കെ മുത്തശ്ശിയൊക്കെ ഇതിനോടൊരു ഫോർഗീവ് കൊടുക്കുന്നുണ്ട്. കീരിക്കൊരു കൺസിഡറേഷൻ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. Next നോക്കിയേ. Banyan tree was also the setting for what we were to call the strange case of grey squirrel and the white rat. The white rat was father's. He had bought it from the bazaar for 4 hours, but I would often take it with me into the roots and branches of the old tree. Banyan tree will soon struck up the friendship with one of the squirrels. They would go off together on little excursions among the branches. എന്താ നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് നോക്കിയേ. ഗ്രേ നിറത്തിലുള്ള അണ്ണാന്റെയും വെള്ള എലിയുടെയും വിചിത്രമായ സംഭവം ഇന്ന് ഞാൻ വിളിച്ചിരുന്ന ഒരു കാര്യത്തിന്റെയും പശ്ചാത്തലമായിരുന്നു ആ ആൽമരം, ഈ ഒരു ബാനിയൻ ട്രീ. അതായത് ഗ്രേ സ്ക്വരലിന്റെയും വൈറ്റ് നിറത്തിലുള്ള എലിയുടെയും സംഭവം വിളിച്ചു പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ ഒരു
ബാനിയൻ ട്രീ. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ഗ്രേ സ്ക്വയറിന്റെതും ഒരു വൈറ്റ് റാറ്റിന്റെ ഒക്കെ സംഭവം. നമുക്ക് ഈ ഒരു നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് മനസ്സിലാവും എന്താണ് ആ കഥ. നമുക്ക് ആ ഒരു കഥന്റെയും എന്താണ് പശ്ചാത്തലാണ് ഈ ഒരു ബാനിയൻ ട്രീ. ഈ കഥയിലെ രണ്ടാമത്തെ സംഭവമാണ് പറയുന്നത്. നോക്കണേ, രണ്ടാമത്തെ സംഭവം. ഇവിടെ ഒരു വൈറ്റ് റാറ്റിനെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഈ വൈറ്റ് റാറ്റ് ആരതാണ്? വെള്ളെലി ആര് കൊണ്ടുവന്നതാ? ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്നതാ. ഗ്രാൻഡ് ഫാദർ കടയിൽ നിന്ന് 4 അണക്ക് വാങ്ങിയതാണ്. എന്തിനാ? ഈ ഒരു വൈറ്റ് റാറ്റിനെ, വെള്ള എലീന. വൈറ്റ് റാറ്റ് ഒക്കെ ബാനിയൻ ട്രീന്റെ അടുത്ത് വിനോദയാത്രകൾ നടത്താറുണ്ട്. അത് വൈറ്റ് റാറ്റും സ്ക്വയറലെല്ലാം ഈ ബാനിയൻ ട്രീനെ ചുറ്റിപ്പറ്റി ഈ ബാനിയൻ ട്രീനെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ടെന്നും അതിൽ കയറി കളിക്കാറുണ്ടെന്നും അതിന്റെ ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ പോകാറുള്ളതും ഈ വൈറ്റ് റാറ്റ് ഒക്കെ ഈ ബാനിയൻ ട്രീന്റെ ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ പോകാറുള്ളതൊക്കെ ഞാൻ കാണാറുണ്ട്. അവർ അതിനൊരു വിനോദസഞ്ചാരം പോലെ, അത് വിനോദയാത്രകൾ പോലെ, അതായത് ആ ഒരു ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ കളിക്കുകയും ആ ഒരു ബാനിയൻ ട്രീന്റെ റൂട്ട്സിന്റെ ഇടയിലൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, പക്ഷികളും മൃഗങ്ങളും എല്ലാവരും ആ ഒരു ബാനിയൻ ട്രീ അത്രയും ആശ്രയിച്ചിട്ടുണ്ട്. അത്രയും ആ ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെ, ആ ഒരു എന്റർടൈൻമെന്റ് ആണ് ആ ഒരു ബാനിയൻ ട്രീക്ക് എല്ലാവർക്കും പക്ഷി ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് റാറ്റ് അതിന്റെ ഇടയിൽ കൂടെ കളിക്കുന്നതും ആ ബ്രാഞ്ചസിന്റെ ഇടയിലൊക്കെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഇനി നോക്കി ഇനി എന്താ സംഭവിക്കുന്നു നോക്കി. ഇനി എന്താണ് ഇവിടെ ഒരു ഇൻസിഡന്റ് ആയിട്ട് ഈ ഒരു സംഭവമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. Then the squirrel started building a nest. At first she tried building in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. Then one day grandmother's knitting was missing. We hunted for it everyone but without success. Next day I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. Okay, എന്താ പറയുന്നേ? പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഈ അണ്ണാൻ, ഈ സ്ക്വയറല് കൂട് കൂട്ടാൻ തുടങ്ങി. ഒരു അണ്ണാൻ കൂട് കൂട്ടാൻ, നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാൻ. നമുക്ക് ഇത് ഏതിലാ കൂട് കൂട്ടുന്ന പറയും നോക്കിയേ. ആ ഒരു ബോയിന്റെ പോക്കറ്റ്സിൽ, ആ ഒരു ബോയിന്റെ പോക്കറ്റ്സിലൊക്കെ കൂട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ബോയ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാ കണ്ടത്? എന്താ പറയുന്നൊക്കെ ആദ്യം എങ്ങനെയാ കണ്ടത്? ആ ബോയ് ഡ്രസ്സൊക്കെ ഊരിയിട്ട് മാറ്റുമ്പോ അതിന്റെ ഉള്ളില് വൈക്കോലും പുല്ലൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ബോയ് ഡ്രസ്സ് ഊരുന്ന സമയത്ത് വൈക്കോലും പുല്ലൊക്കെ കാണാറുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ ബോയ്ക്ക് എന്ത് മനസ്സിലായി? ആദ്യം ബോയിന്റെ കീശയിലാണ് ഈ ഒരു സ്ക്വയറല് കൂട് കൂട്ടാൻ ശ്രമിച്ചത്. തന്നെ എന്താ പറയുന്നത്? അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അത് കഴിഞ്ഞ ഒരു ദിവസം ഗ്രാൻഡ് മദറിനെ നിറ്റിംഗ് കാണാണ്ടായി. അതായത് തുന്നുന്ന സാധനം, തുന്നിയ വസ്ത്രം എന്നൊക്കെ പറയും, അത് കാണാതായി. തുന്നിയ വസ്ത്രം കാണാതായി. നിറ്റിംഗ്, സൂചി, അതായത് തുന്നുന്ന സംഭവം അത് കാണാണ്ടായി. അതിനുവേണ്ടി വീട് മൊത്തം നമ്മള് അതിനുവേണ്ടി വീട് മൊത്തം നമ്മള് സെർച്ച് ചെയ്തു. പക്ഷെ അത് കാണാൻ പറ്റില്ല. അത് നമുക്ക് സക്സസ് ആയില്ല. ആ ഒരു സെർച്ചിങ് സക്സസ് ആയില്ല എന്ന് പറഞ്ഞാല് അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗ്രാൻഡ് മദറിന്റെ നിറ്റിംഗ് കണ്ടെത്താൻ വേണ്ടിട്ട് നമുക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാന്ന് നോക്കിയേ, പിറ്റേ ദിവസം രാവിലെ ബോയ് നോക്കുമ്പോൾ ആൽമരത്തിന്റെ ഒരു ഹോളില് എന്തോ ഒന്ന് മിന്നുന്നതായിട്ട് ബോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്ന് അതെന്താണ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി, എന്താണ് കണ്ടെത്താൻ വേണ്ടി ബോയ് അതിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ എന്താ നോക്കിയേ, മുത്തശ്ശിയുടെ നിറ്റിംഗ്, അതായത് മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ ഒരു അറ്റായിരുന്നു. മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ ഒരറ്റായിരുന്നു കാണാണ്ടായിട്ടുള്ളത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ദ്വാരം മൊത്തം തുന്നൽ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ അത് എന്താണെന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ നിറ്റിംഗ് സൂചി, അതായത് തുന്നൽ സൂചി കണ്ടു. അപ്പൊ അത് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോടെ ഞാനത് സൂക്ഷിച്ചു നോക്കി. അപ്പൊ അത് തെറ്റും തുന്നൽ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ തുന്നിക്കൂട്ടിയ ദാരത്തിന്റെ ഇടയിൽ ഞാൻ എന്ത് കണ്ടു? 3 ബേബി സ്ക്വയറൽ കണ്ടു. അത് എങ്ങനെയാ? വൈറ്റ് നിറത്തില് 3 ബേബി സ്ക്വയറലിനെ ഞാൻ ആ ഒരു ദ്വാരത്തിൽ കണ്ടു. 3 ആ 3 ബേബി സ്ക്വയറൽ എന്ത് നിറത്തിലാ? വൈറ്റ് നിറത്തിലായിട്ട് ഞാൻ 3 ബേബി സ്ക്വയറലിനെ കണ്ടു എന്നാണ് ബോയ് പറയുന്നത് അല്ലെ. ആ ഒരു ദ്വാരത്തിൽ, ആൽമരത്തിന്റെ ആ ഒരു ദ്വാരത്തില് ഞാൻ 3 ബേബി സ്ക്വയറലിനെ കണ്ടു. ഗ്രേ സ്ക്വയറല് പ്രസവിച്ച 3 ബേബി സ്ക്വയറൽ. അത് ഏത് നിറത്തിലാ? വൈറ്റ് നിറത്തില് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതാണ് ബാനിയൻ ട്രീ സാക്ഷ്യം വഹിച്ച രണ്ടാമത്തെ ഇൻസിഡൻസ്. ആ ഒരു ടൈം ആ ഒരു 3 ബേബി സ്ക്വയറലിനെ കണ്ടപ്പോ ബോയ്ക്ക് വളരെയധികം സന്തോഷമായില്ലേ. ഗ്രേ സ്ക്വയറല് പ്രസവിച്ച 3 ബേബി സ്ക്വയറൽ, അതും വൈറ്റ് നിറത്തില്. അപ്പൊ കുട്ടി ആകെ സന്തോഷത്തിലായി. പിന്നെ നോക്കിയാ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rats' frequent
frequent visits to the tree, grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was possible for them to have offspring, in this case, white squirrels. Okay, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. എന്താ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേ, മുത്തച്ഛൻ ഇതുവരെ വൈറ്റ് സ്ക്വയറിനെ കണ്ടിട്ടില്ല. മുത്തച്ഛൻ ഇതുവരെ വെള്ള അണ്ണാന്മാരെ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും വെള്ള അണ്ണാന്മാരെ? ഇവിടെ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? എനിക്ക് തോന്നുന്നു മേ ബി ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, മുത്തച്ഛനും ഇതുവരെ വെള്ള സ്ക്വയറിനെ കണ്ടിട്ടില്ല. എന്ന് നോക്കിയേ, ഞങ്ങൾ എല്ലാവരും വളരെയധികം വണ്ടറോടെ, അധികം അത്ഭുതത്തോടെ ഞങ്ങൾ എല്ലാരും എന്ത് ചെയ്തു, ആ ഒരു വൈറ്റ് സ്ക്വയറിൽ നോക്കി. വളരെയധികം വണ്ടർ അടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ എല്ലാവരും അതിനെ അത്ഭുതത്തോടെ നോക്കി. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പറഞ്ഞു, വെള്ള എലിയും അവിടെ ആ ഒരു ആൽമരത്തിന്റെ ചുറ്റിൽ കളിക്കാൻ വരുന്നതും അതിന്റെ ബ്രാഞ്ചസിലൊക്കെ കളിക്കാൻ വരുന്നതും അതിന്റെ എന്റർടൈൻമെന്റ് ഒക്കെ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. ആ ഒരു കാര്യം ഞാൻ മുത്തശ്ശനോട് ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ വെള്ളയിലും ആൽമരത്തിന്റെ ചുറ്റും എപ്പോഴും വരാറുണ്ട്, ഇങ്ങനെ കളിക്കാറുണ്ടെന്നൊക്കെ ആ പോയി ഓർമ്മിപ്പിച്ചു പറഞ്ഞു. അപ്പൊ അത് കേട്ട മുത്തശ്ശന്റെ മറുപടി എന്തായിരുന്നു, അപ്പൊ ഉറപ്പായി ഈ ഒരു വൈറ്റ് സ്ക്വയറിന്റെ ഫാദർ ആരാണ്? റാറ്റ് ആണ്, വൈറ്റ് റാറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ മുത്തച്ഛൻ പറഞ്ഞ, വൈറ്റ് സ്ക്വയറിന്റെ ഫാദർ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പായി വൈറ്റ് സ്ക്വയറിന്റെ ഫാദർ തീർച്ചയായിട്ടും വൈറ്റ് റാറ്റ് ആണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്താ പറഞ്ഞ, റാറ്റും സ്ക്വയറും തമ്മിലൊരു ബന്ധമുണ്ട്. തീർച്ചയായും ഈ ഒരു വൈറ്റ് സ്ക്വയറിന്റെ ഫാദർ എന്ന് പറയുന്നത് വൈറ്റ് റാറ്റ് ആണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശൻ ഉറപ്പിച്ചു. ഇവിടെ കഥ വൈൻഡപ്പ് ചെയ്തു. ഇതാണ് സെക്കൻഡ് ഇൻസിഡന്റ് ആയിട്ട്, സ്റ്റോറിയിലെ സെക്കൻഡ് ഇൻസിഡന്റ് ആയിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഡു യു ലൈക്ക് ദി സ്റ്റോറി? ഓക്കെ, ഞങ്ങൾ അതിന്റെ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ സ്റ്റോറി എന്താ പറയുന്നത്, ബോയിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഞാൻ ഓരോ പാർട്ട് എടുക്കുമ്പോൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്, ബോയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ആരാണ് ഇവിടെ ബോയ് എന്ന് പറയുന്നത്? റസ്കിൻ ബോണ്ട് ആണ്. ദെൻ 2 ഇൻസിഡൻസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ എന്താണ്, കോബ്ര ആൻഡ് മംഗൂസ് ഫൈറ്റ് സീൻ. ദ നെക്സ്റ്റ് വൺ ഈസ് വൈറ്റ് റാറ്റ് ആൻഡ് സ്ക്വയറിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ, വൈറ്റ് റാറ്റ് ആൻഡ് വൈറ്റ് സ്ക്വയറിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക. ആ ഒരു നറേഷൻ പാർട്ടായിട്ട് എന്തായാലും ചോദിക്കും. സിമ്പിൾ അല്ലേ, കഥയിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എന്താണ് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല. 2 ഇൻസിഡൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ പോകുമ്പോൾ എക്സാമിന്റെ തലയിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോറി ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഇത്രമാത്രം ഓർത്ത്, ഈ 2 സീന് നെറേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർത്താൽ തന്നെ, ഈ 2 സീനിന്റെ നെറേഷൻ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാലും, റൈറ്റപ്പ് വന്നാലും, നെറേഷൻ വന്നാലും നിങ്ങൾക്ക് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അതായത് ഫസ്റ്റ് എഴുതേണ്ട ആ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്താണ്, അത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു തരും, 2-3 ലൈൻസ്. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഇൻസിഡന്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നോക്കിയാവും. അതായത് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഈ ഒരു എന്താണ് ടെക്സ്റ്റിന്, ഈ ഒരു പാർട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ അഡ്വഞ്ചേഴ്സിന്റെ ബാനൻട്രി എന്നുള്ള ഒരു ചാപ്റ്റർ ഓർമ്മ വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു 3 കാര്യം ഓർമ്മ വേണം. ബോയിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ആ 2 ഇൻസിഡൻസ് നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.